ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ 2ാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ 2ാമത്തെ ദിവസമുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആക്ടിവിറ്റി 6, അതായത് 5 ആക്ടിവിറ്റി ഇന്നലെ കഴിഞ്ഞു, അതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. കണ്ടെത്തി എഴുതാം. ഇവിടെ കുറേ സാധനങ്ങളെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. ചാർട്ട് 8 rupees, കാർഡ്ബോർഡ് 19, ഗമ്മ് 22, സിസേഴ്സ് 30, കളർ പേപ്പർ 10 നോസ് 10 എണ്ണത്തിന് 13 rupees. മിത്ര ബോട്ട് എ കാർഡ്ബോർഡ് ആൻഡ് എ ചാർട്ട് ടു മേക്ക് ദ പ്ലേ ഹൗസ്. ഹൗ മച്ച് ഈസ് ദ പ്രൈസ്? മിത്ര ഒരു കാർഡ്ബോർഡും ചാർട്ടും വാങ്ങി ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് എത്ര രൂപയാകും? അപ്പോൾ 8, ചാർട്ടിന് 8, കാർഡ്ബോർഡ് 19, അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മിത്ര ഹാസ് 40 rupees വിത്ത് ഹർ. മിത്രയുടെ കയ്യിൽ 40 രൂപയാണുള്ളത്. ഷീ ബോട്ട് ചാർട്ട് ആൻഡ് കാർഡ്ബോർഡ്. ചാർട്ടും കാർഡ്ബോർഡും വാങ്ങി. ഹൗ മച്ച് മണി ഈസ് ലെഫ്റ്റ് വിത്ത് ഹർ? അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയത് ഈ 40യിൽ നിന്ന് മൈനസ് ചെയ്യണം. കംപ്ലീറ്റ് ദ നമ്പർ പാറ്റേൺ. ഇതൊരു നമ്പർ പാറ്റേൺ ആണ്, ഇത് കംപ്ലീറ്റ് ചെയ്യണം. 14, 12, 8. ഇപ്പോൾ 14 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ്? 14, 12, 8 ആണ് ഈ ഒരു ഇതിൽ വരുന്നത്. 14ഉം 12ഉം ആഡ് ചെയ്തിട്ട് തൊട്ട് മുകളിലുള്ള സർക്കിളിൽ എഴുതണം. 12ഉം 8ഉം ആഡ് ചെയ്തിട്ട് തൊട്ട് മുകളിലുള്ള സർക്കിളിൽ എഴുതണം. ആ കിട്ടിയ 2 ആൻസേഴ്സും തമ്മിൽ ആഡ് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള സർക്കിളിൽ എഴുതണം. 14ഉം 12ഉം 26 വരും, മറ്റേത് 20 വരും. 20യും 26ഉം 46 വരും. പ്രവർത്തനം 7, സ്വപ്ന വീട്. മിത്രയുടെ വീടിനടുത്ത് തന്നെ സാന്ദ്രയ്ക്കും ഒരു പുതിയ വീട് നിർമ്മിക്കുന്നുണ്ട്. വീടുപണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ കണ്ടെത്തി ചിത്രത്തിനു ചുറ്റും വട്ടം വരയ്ക്കുക. വീടുപണിയുമായി ബന്ധപ്പെട്ടത് കൽപ്പണി, വീടുപണിയുമായി ബന്ധപ്പെട്ടതാണ്. പോലീസ് വീടുപണിയുമായി ബന്ധമുണ്ടോ? ഇല്ല. പെയിന്റിങ് ബന്ധമുണ്ട്. ഡോക്ടർ ബന്ധമല്ല അല്ലേ. പിന്നെ തയ്യൽ പണി, മരപ്പണി. അപ്പോൾ മരപ്പണിയാണ് ഇതിൽ വീടുപണിയുമായി ബന്ധമുള്ളത്. പിന്നെ കൽപ്പണി, പെയിന്റിങ്. ഇനി വീടുപണിയുമായി ബന്ധപ്പെട്ട മറ്റ് 2 തൊഴിലുകളുടെ പേര് എഴുതുക. മരപ്പണിയും പെയിന്റിങ്ങും കൽപ്പണിയും ഇവിടെയുണ്ട്. പിന്നെ തേപ്പ് പണി എഴുതാം അല്ലേ. ഇലക്ട്രിക്, പ്ലംബിങ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കാം, വയറിങ്ങിന്റെ പണിയൊക്കെ. അടുത്ത പ്രവർത്തനം ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ്. സാന്ദ്രയുടെ വീടുപണി പൂർത്തിയായി. 2024 സെപ്റ്റംബർ 22 ഞായറാഴ്ചയാണ് ഗൃഹപ്രവേശം. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കുക. ഇപ്പോൾ ക്ഷണക്കത്ത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ നിന്ന് തയ്യാറാക്കിയതാണ്, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ആക്ടിവിറ്റി വരുന്നത് ഈവൻറ്റ്സ് ഇൻ ദി കലണ്ടർ. ദ ഹൗസ് വാമിംഗ് ഈസ് ഓൺ 22 സെപ്റ്റംബർ 2024. കംപ്ലീറ്റ് ദി കലണ്ടർ ആഡിങ് ഡേറ്റ്സ് ഇൻ ദി ബ്ലാങ്ക് കോളംസ്. ബ്ലാങ്ക് ആയോടുത്ത് ഡേറ്റ് ആഡ് ചെയ്യുക. അപ്പം 9 കഴിഞ്ഞാൽ 10, 11 ആഡ് ചെയ്യണം. 16 കഴിഞ്ഞാൽ 17, 18 ആഡ് ചെയ്യണം. അപ്പം ഇതാണ് ആഡ് ചെയ്യാനുള്ളത്. ഓൺ വിച്ച് ഡേ ഈ സാന്ദ്രാസ് ഹൗസ് വാമിംഗ്? അപ്പം 22 സൺഡേ ആണ് വരുന്നത്. ഹൗ മെനി വെനസ്ഡേസ് ആർ ദർ ഇൻ സെപ്റ്റംബർ 2024? വിച്ച് ആർ ദോസ് ഡേയ്സ്? അപ്പോൾ ഹൗ മെനി വെനസ്ഡേസ് എത്ര എണ്ണുണ്ട്? 1, 2, 3, 4. അത് ഏതൊക്കെ ഡേറ്റ് ആണ്? 4 വരും, 11 വരും, 18 വരും, 25 വരും. സിമ്പിൾ ആണ്. റൈറ്റ് എനി 2 നമ്പർ പാറ്റേൺസ് യു ഫൈൻഡ് ഇൻ ദ കലണ്ടർ. നമ്പർ പാറ്റേൺസ് എങ്ങനെ എഴുതാം? 1, 8, 15, 22, 29. താഴോട്ട് വരുന്ന കോളത്തിലുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി നേരെ എഴുതിയാലും പ്രശ്നമില്ല. 22, 23, 24, 25, 26 ഒന്ന് ആഡ് ചെയ്ത് വരുന്ന നമ്പർ പാറ്റേൺ എഴുതാം, അല്ലെങ്കിൽ താഴോട്ടുള്ള 7 ആഡ് ചെയ്ത് വരുന്ന നമ്പർ പാറ്റേൺ ഏതെങ്കിലും 2 എണ്ണം എഴുതാം. 10ാമത്തെ പ്രവർത്തനം, പൂന്തോട്ടം. സാന്ദ്രയുടെ വീട്ടുമുറ്റത്ത് ഒരു പൂന്തോട്ടമുണ്ട്. പൂന്തോട്ടത്തിൽ നിറയെ പലതരം പൂക്കൾ. പൂവുകൾ തോറും പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നു. എന്തൊരു ചന്തം പൂന്തോട്ടം, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ കണ്ടില്ലേ ചുവപ്പു നിറത്തിൽ തെച്ചിപ്പൂ. എന്തൊരു ചന്തം പൂന്തോട്ടം, പൂക്കൾ ചിരിക്കും പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ കണ്ടില്ലേ വെള്ള നിറത്തിൽ മുല്ലപ്പൂ. അങ്ങനെ 4ാമത്തെ വരി മാത്രം മാറ്റിയിട്ട് ആ ഒരു ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. 2 പ്രാവശ്യം കൂടി എഴുതി ചേർത്താൽ മതി കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.